നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മമ്മൂട്ടി നായകനായി അവസാനം തിയേറ്ററുകളിലേക്ക് എത്തിയ ടർബോ എന്ന് പറയുന്ന ചിത്രം കേരളത്തിൽ ഉൾപ്പെടെ വലിയ ഒരു വിജയമായി മാറിയ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ചിത്രത്തിൻ്റെ കളക്ഷനെക്കുറിച്ച് വലിയ വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും, കളക്ഷനെക്കുറിച്ച് മാത്രമല്ല ചിത്രത്തിൻ്റെ ബഡ്ജറ്റിനെക്കുറിച്ചും വലിയ വിവാദങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും, ചിത്രം വലിയ ഒരു ഹിറ്റായി മാറി എന്നുള്ളതും നല്ല രീതിയിൽ കളക്ഷൻ നേടി എന്നുള്ളത് കാര്യമൊക്കെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് മലയാളം വേർഷനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്നാൽ ചിത്രം 3 ആഴ്ചകൾക്ക് മുമ്പ് അറബിയിൽ റിലീസ് ചെയ്തിരുന്നു. അറബിയിൽ റിലീസ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് സംശയമായിരുന്നു. പക്ഷേ റിലീസ് ചെയ്തു എന്ന് മാത്രമല്ല, ഏകദേശം 6 ഷോസ് ആയിരുന്നു ആദ്യത്തെ ദിവസങ്ങളിൽ ആ ചിത്രത്തിന് ലഭിച്ചിരുന്നത്. ഇപ്പോൾ 3-ാം വാരം പിന്നിടുമ്പോഴും 2 ഷോ ദുബായിൽ ഓടുന്നു എന്നുള്ള ഒരു വളരെ വലിയ ഒരു കാര്യമാണ് പറയാനുള്ളത്. 3 ആഴ്ചയ്ക്ക് ശേഷം ഒരു മലയാളം പടം മലയാളത്തിൽ അവിടെ റിലീസ് ചെയ്ത് വലിയൊരു വിജയമായതാണ്. ദുബായിൽ നിന്ന് നല്ല രീതിയിലുള്ള കളക്ഷൻ വന്നതാണ്. അതിനുശേഷം അത് അറബിയിലേക്ക് മൊഴി മാറ്റി അവിടെ റിലീസ് ചെയ്ത് വെറും 6 തിയേറ്ററിലാണ് റിലീസ് കിട്ടിയത് എന്നുണ്ടെങ്കിലും 3 ആഴ്ചകൾക്ക് ശേഷം ഇപ്പോഴും 2 ഷോസ് അവിടെ ഓടുന്നു എന്നുണ്ടെങ്കിൽ അത് വലിയ ഒരു കാര്യമായിട്ട് തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഇതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള കളക്ഷനൊന്നും വരില്ലായിരിക്കും. എന്നിരുന്നാൽ പോലും ഇത് വരും കാലങ്ങളിൽ മലയാള സിനിമയ്ക്ക് വലിയ ഒരു പോയിൻ്റാണ്, ഒരു പ്ലസ് പോയിൻ്റാണ് അവിടെ ലഭിക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരു മാർക്കറ്റിംഗ് ഏരിയയാണ് അവിടെ ലഭിക്കുന്നത്. ഇനി വരും കാലങ്ങളിൽ ഇതുപോലെ തന്നെ പല നടന്മാരുടെയും സിനിമകൾ മലയാളത്തിൽ നിന്ന് അറബിയിലേക്ക് മൊഴി മാറ്റി എത്താനുള്ള സാധ്യത കണക്കാക്കുന്നു. ഇവിടെ ഹിന്ദിയിൽ നിന്ന് പല ചിത്രങ്ങളും, വലിയ സൂപ്പർ സ്റ്റാറുകളുടെ മാത്രമല്ലാത്ത സിനിമകൾ പോലും അറബിയിലേക്ക് മൊഴി മാറ്റി എത്താറുണ്ട്. അത്യാവശ്യം കളക്ഷൻസ് അത് നേടിയെടുക്കാറുമുണ്ട്. മലയാളത്തിൽ നിന്നും ആ ഒരു ട്രെൻഡിലേക്ക് മലയാള സിനിമയും മാറുകയാണ് എന്നുണ്ടെങ്കിൽ, അതിന് മമ്മൂട്ടി ഒരു തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ ഇനിയും ഇതുപോലുള്ള അറബിക് വേർഷനിലുള്ള മലയാള സിനിമകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വലിയ കളക്ഷനിലേക്കും അത് മാറുന്ന കാലം അധികം ദൂരെയല്ല എന്നുകൂടി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. കാരണം 6 ഷോസ് മാത്രം ഉണ്ടായിരുന്ന സിനിമയ്ക്ക് 3 ആഴ്ച കഴിയുമ്പോഴും 2 ഷോസ് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആ സിനിമയുടെ വിജയം തന്നെയാണ്. അത് വരും കാലങ്ങളിൽ മലയാള സിനിമയ്ക്കും ഗുണം ചെയ്യും.